നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ മറൈറ്റൈം യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലും വേക്കൻസി ഉണ്ട്. കൂടാതെ ചെന്നൈ, വിശാഖപട്ടണം, കൊൽക്കത്ത, മുംബൈ എന്നീ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റിൻ്റെ 15 വേക്കൻസിയും അസിസ്റ്റൻറ്റ് ഫിനാൻസിൻ്റെ 12 വേക്കൻസിയുമാണുള്ളത്. അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. 15 അസിസ്റ്റൻറ്റ് വേക്കൻസിയിൽ UR 7 വേക്കൻസി, OBC നോൺ ക്രീമി ലെയർ 4 വേക്കൻസി, SC 2, ST 1, EWS 1. അസിസ്റ്റൻറ്റ് ഫിനാൻസിന് URൻ്റെ 9 വേക്കൻസി, SC 2, EWS 1. ഇതുകൂടാതെ എക്സ് സർവീസ്മെൻ ഇതിൽ 3 പോസ്റ്റുണ്ട്. ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിന് 1 പോസ്റ്റുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇന്ത്യൻ മറൈറ്റൈം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ പേ സ്കെയിലായിരിക്കും. പേ ലെവൽ 4 വരുന്നതാണ് 7th പേ കമ്മീഷൻ്റെ. ഏകദേശം സാലറി നിങ്ങൾക്ക് 35,000-ന് മുകളിൽ സാലറി കിട്ടുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അതിനുള്ള പ്രൊമോഷനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് 9 ആഗസ്റ്റ് 2024 മുതൽ 30 ആഗസ്റ്റ് 2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇവരുടെ സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അസിസ്റ്റൻറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 50% മാർക്കോടെ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ OBC നോൺ ക്രീമി ലെയറിന് 3 വർഷത്തെ വയസ്സിളവും, SC STക്ക് 5 വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതായിരിക്കും. ബാച്ചിലർ ഡിഗ്രി വിത്ത് 50% മാർക്കാണ് ഇത് അപേക്ഷിക്കാനുള്ള യോഗ്യത. അസിസ്റ്റൻറ്റ് ഫിനാൻസ് പോസ്റ്റിനാണെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി വിത്ത് 50% മാർക്ക്, അഗ്രിഗേറ്റ് 50% മാർക്ക് ഇൻ കൊമേഴ്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഡിഗ്രി നിങ്ങൾ കൊമേഴ്സിലോ മാത്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഫിനാൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്ന 9 ആഗസ്റ്റ് 2024 രാവിലെ 10 മണി മുതൽ 30 ആഗസ്റ്റ് രാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഹാർഡ് കോപ്പി ഒന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റാണ് ഉണ്ടാവുക. ഇതിന് ഓൺലൈൻ CRT ആണ് ഉണ്ടാവുക. അത് ഡേറ്റ് വരിപ്പം പറഞ്ഞിട്ടുണ്ട്. 15 സെപ്റ്റംബർ 2024 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവുക. 15 സെപ്റ്റംബർ 2024. അപ്പം അധികം ദിവസം ഇനി ബാക്കിയില്ല. അന്ന് തന്നെയാണ് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 700 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 രൂപയാണ്. ബാക്കിയുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ്. വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഫീസ് പറയുന്നത്. SC ST മെയിൽ കാൻഡിഡേറ്റ്സ് 700-ഉം ബാക്കിയുള്ള OBC ജനറൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അസിസ്റ്റൻറ്റ് ഫിനാൻസിൻ്റെ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അസിസ്റ്റൻറ്റും 120 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. സിലബസ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഇംഗ്ലീഷ് ഒരു 10th ലെവൽ, +2 ലെവലായിരിക്കും. ബാക്കിയെല്ലാം ഗ്രാജുവേഷൻ ലെവലായിരിക്കും. അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് നോളജ്, ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അസിസ്റ്റൻറ്റ് ഫിനാൻസിന് വരിക ഇപ്പം പറഞ്ഞത് കൂടാതെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അസിസ്റ്റൻറ്റ് ജനറൽ ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്, 30 മിനിറ്റ്. ബാക്കിയുള്ള ജനറൽ നോളജും മാത്തമാറ്റിക്സും റീസണിങ്ങും IT-യും 90 ക്വസ്റ്റ്യൻ, 90 മാർക്ക്, 90 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻ, 120 മാർക്ക്, 2 മണിക്കൂറിന് ആയിരിക്കും ടെസ്റ്റ് ഉണ്ടാകുക. അസിസ്റ്റൻറ്റ് ഫിനാൻസും 120 മിനിറ്റിൻ്റെ തന്നെയായിരിക്കും. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങൊക്കെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്ക് 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നതായിരിക്കും. ഓൺലൈൻ സെൻറ്റേഴ്സ് വരുന്നത്, എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. ബാക്കി ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലായിട്ട് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3 സിറ്റി എക്സാമിനേഷൻ സെൻറ്ററായിട്ട് ഈ പറഞ്ഞ 12 സിറ്റികളിൽ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് കൊടുക്കാം. കേരളത്തിൽ കൊച്ചിയാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത്. ഇതിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസിന് താഴെ തന്നെ OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. SC STൻ്റെ സർട്ടിഫിക്കറ്റ്, EWSൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ താഴത്ത്. ഇതാണ് ഇന്ത്യൻ മറൈറ്റൈം യൂണിവേഴ്സിറ്റിയുടെ റിക്രൂട്ട്മെൻറ്റ് പേജ്. ഈ പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം. ഡേറ്റ് 9 ആഗസ്റ്റിന് വന്ന് നെയിം ഓഫ് ദ പോസ്റ്റ്, റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ നോൺ ടീച്ചിങ് പോസ്റ്റ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബേസിസ്, അസിസ്റ്റൻറ്റ് ഫിനാൻസ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു 4 ഇതായിട്ട് വരുന്നതായിരിക്കും. ഇതിൽ അഡ്വർടൈസ്മെൻറ്റാണ് നമ്മൾ ആദ്യം നോക്കിയത്. പിന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് നോക്കി, ജനറൽ ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസും നോക്കി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഈ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ന്യൂ രജിസ്ട്രേഷൻ, അതിന് ശേഷം രജിസ്ട്രേഷൻ നമ്പറൊക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്തിട്ടൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിരിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെച്ചവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.